നമസ്തേ. ബജറംഗദൾ സംസ്ഥാന സപ്തദിന ശൗര്യ പ്രശിക്ഷൺ വർഗിന് ആറ്റിങ്ങൽ ശാസ്തവട്ടം ശ്രീ ശ്രീ രവിശങ്കർ വിദ്യാമന്ദിറിൽ തിരിതെളിഞ്ഞു. വിശ്വ ഹിന്ദു പരിഷത്ത് അന്താരാഷ്ട്ര ജോയിന്റ് ജനറൽ സെക്രട്ടറി സ്ഥാനു മാലയൻജി ഭദ്രദീപം തെളിയിച്ച് വർഗിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യം സുഖസമ്പദാം സദ്ബുദ്ധിവിനാശായ ദീപജ്യോതിർനമസ്തുതേ ദീപജ്യോതി പരബ്രഹ്മ ദീപജ്യോതി ജനാർദ്ദന ദീപോ ഹരതു മേ പാപം ശുഭദീപം നമോസ്തുതേ. നമ്മുടെ ഭാവി ജീവിതത്തിനുതകുന്ന അനൗപചാരിക വിദ്യാഭ്യാസമാണ് ഇത്തരത്തിലുള്ള വർഗുകളിൽ കൂടി ലഭിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു മനുഷ്യനെ ഉണ്ടാക്കുന്നവന്റെ ചിന്തകളാണ്. ചിന്തിക്കാനൊക്കെയുള്ള വിഷയം കണ്ണ് കാത് മൂക്ക് ഇതൊക്കെ വേല ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞത് പഞ്ചേന്ദ്രിയങ്ങൾ കേൾക്കുമ്പോൾ അതുമൂലം നമുക്ക് വരും. അപ്പൊ ഒരു ഹനുമാൻ എന്ന് പറയുമ്പോൾ ഹനുമാനുള്ള സ്വഭാവം ഏത് കാര്യം സാധിക്കാനുള്ള ഒരു വിഷയമുണ്ട്. എത്ര കഷ്ടമായിട്ടുള്ള കാര്യം കൊടുത്താലും അത് ചെയ്തു തീർക്കേണ്ട ഒരു ശക്തി അത് ആഞ്ജനേയന്റെ കയ്യിലുണ്ട്. നമ്മുടെ സംഘടനയില് 1964 വിശ്വ ഹിന്ദു പരിഷത്ത് ആരംഭിച്ചെങ്കിലും രാമജന്മഭൂമി പ്രക്ഷോഭണ സമയത്താണ് നമ്മുടെ ബജരംഗദൾ ആരംഭിച്ചത്. ഹിന്ദു സമാജത്തിലുള്ള യുവാക്കൾക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രശിക്ഷണം കൊടുക്കുന്ന ആരോഗ്യമുള്ള ശരീരം, ശുദ്ധമായിട്ടുള്ള ജീവിതശൈലി, ആ വയസ്സിലുണ്ടാകേണ്ട ക്രമങ്ങള്, അതിലൊന്നാണ് ബ്രഹ്മചര്യം. നമ്മുടെ പ്രാർത്ഥനയിൽ വരും ശിവൻ ശാശ്വതം രാമദൂതം ബലിഷ്ഠം. ആ പ്രാർത്ഥനയിൽ ഇതൊക്കെ വരും. അതിന്റെ അർത്ഥമൊക്കെ നമുക്ക് പറഞ്ഞു തരുള്ളൂ. അപ്പോ നമ്മുടെ സംഘടന ഹിന്ദുത്വത്തോടെയും ഈ രാഷ്ട്രത്തോടെയും ചേർന്നിരിക്കുന്നത്. അപ്പൊ ബജരംഗദളിന്റെ ഉത്ഭവം തന്നെ അയോധ്യ. അയോധ്യ എവിടെയാണ്? അയോധ്യ മധുരമായ കാശി കാഞ്ചി അവന്തിക ഹരിദ്വാരാവതി ചൈവ സപ്തൈത മോക്ഷദായിക. ഒരു മനുഷ്യൻ മോക്ഷം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിൽ 7 നഗരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പൂർവീകർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അയോധ്യ എന്ന് പറയുന്ന നഗരത്തിനുള്ള മുഖ്യത ഈ നാട്ടില് ഋഷീശ്വരന്മാരെയോ ഭഗവാന്റെയോ കാലടിപെടാത്ത ഒറ്റ സ്ഥലം ഉണ്ടാകുന്നു. അവധൂതന്മാരുണ്ട്. അവധൂതന്മാർ കേട്ടിട്ടുണ്ട്. കണ്ടാലെ കൊണ്ടൊരു മാതിരി അവർ ദൈവീക ചിന്തയോട് എല്ലാത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോ ഇത്തരത്തിലുള്ള ധാരാളം വിഷയങ്ങൾ ഈ അയോധ്യ സംബന്ധപ്പെട്ട വിഷയമാണ്. അയോധ്യ എന്ന് പറയുമ്പോൾ ഈ രാമനെ കുറിച്ചുള്ള വിഷയമാണ്. രാമോ വിഗ്രഹാൻ ധർമ്മോ, ധർമ്മത്തിനനുസരിച്ച് ജീവിക്കുന്നതാണ്. ഭാരതവും സനാതനധർമ്മവും നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ യുവത തയ്യാറാകണം. ഭാരതത്തിന്റെ അഖണ്ഡതയെ തെറ്റായി വ്യാഖ്യാനിച്ച് വിഘടനവാദ പ്രവർത്തനങ്ങൾ രാജ്യത്ത് കൂടുകയാണ്. സനാതനധർമ്മബോധം വളർന്നാൽ ഇത്തരം ചിന്താഗതികൾ ഉണ്ടാകുകയില്ല എന്നും കേരളത്തിലും ബജറംഗദൾ പ്രവർത്തനം സജീവമാക്കണം എന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം വിഭാഗ സെക്രട്ടറി ശ്രീ ബാബുക്കുട്ടൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ശ്രീ ശ്രീ രവിശങ്കർ സ്കൂൾ മാനേജർ മണികണ്ഠൻ അധ്യക്ഷ പദം അലങ്കരിച്ചു. സംസാരിക്കുന്നതിന് എനിക്ക് അത്ര പരിചയമില്ല എങ്കിലും നമ്മുടെ ഈ യുവത്വത്തോട്, അതായത് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ നല്ല സ്വാഭാവികമായിട്ടുള്ള നല്ല ചിന്തകൾ, നല്ല സ്വഭാവം, അത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ള നമ്മുടെ ഇതുപോലെയുള്ള കൂട്ടായ്മകൾ, ഹിന്ദു കൂട്ടായ്മകൾ വരുന്നത് നല്ല രീതിയിൽ സമൂഹത്തിന് ഇന്ന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളുടെ ഗുരുജിയുടെ ഈ പ്രസ്ഥാനത്തിലും, ഞാൻ ഈ ഗുരുജിയുടെ ഈ പ്രസ്ഥാനത്തിൽ വന്നിട്ട് 25 വർഷമായി. സ്കൂൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് 23 വർഷമായി. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഗുരുജി നമ്മളെ പഠിപ്പിക്കുന്ന എല്ലാവരെയും സഹോദരങ്ങളായി കാണുക, എല്ലാവരെയും സ്നേഹിക്കുക, പരസ്പരം ബഹുമാനിക്കുക, അത്തരം കാര്യങ്ങളിൽ കൂടിയാണ് ഞങ്ങളും പോകുന്നത്. അപ്പം ഞങ്ങളുടെ ഇവിടെ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് അടിസ്ഥാനപരമായ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അക്കാഡമിക് കാര്യങ്ങൾ അല്ലാതെ നമ്മുടെ ഗുരുജിയുടെ നോളജ്, ഗുരുജിയുടെ യോഗ, മെഡിറ്റേഷൻ, അത്തരം കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ വളർന്നു വരുമ്പോൾ സമൂഹത്തിന് നന്മ ചെയ്യുന്ന വ്യക്തികളായി മാറുന്നത് നമുക്ക് കാണുന്നുണ്ട്. നമുക്ക് തന്നെ എൻ്റെ അനുഭവത്തിൽ തന്നെ അറിയാം.
ഇവിടെ ഇവിടെ ആദ്യം പഠിച്ച കുട്ടികളെല്ലാം തന്നെ ആദ്യത്തെ 1, 2, 3 വർഷങ്ങളിലുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ ജോലിക്കാരായി കല്യാണം കഴിച്ച് ജീവിക്കുന്നവരെ എനിക്ക് ഒത്തിരി പേരെ അറിയാം. അപ്പോൾ അതിലൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ കാണുന്ന സാധാരണ കാണുന്ന ആൾക്കാരിൽ കാണുന്ന അക്രമവാസന അല്ലെങ്കിൽ മദ്യം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ലഹരിക്ക് പുറകെ പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്ത വ്യക്തികളാണ് 99% ഞങ്ങളുടെ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഇത്തരം സംഘടനകളിൽ കൂടി ആ നോളജ് വഴി വളർന്നു വരുന്ന കുട്ടികൾക്ക് സമൂഹത്തിലെ നന്മ ചെയ്യാൻ പറ്റുന്ന പ്രായമുള്ളവരെ ബഹുമാനിക്കുന്ന മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന വ്യക്തികളായി തീരാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ മാർഗനിർദ്ദേശ സന്ദേശം നൽകി. ായിട്ട് ഏറ്റവും കൂടിയ സംഖ്യ പങ്കെടുക്കുന്ന ഒരു വർഗ്ഗമാണിത്. ആദ്യമേ തന്നെ അതിനകത്തുള്ള ഒരു സന്തോഷം. കാരണം ഈ കാലഘട്ടത്തിൽ പരീക്ഷ, ഓരോരോ തിരക്കുകൾ, വെക്കേഷൻ്റെ യാത്രകൾ ഒക്കെയുള്ള ഈ കാലഘട്ടത്തിൽ ഇത്രയധികം കുട്ടികളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇത്രയധികം യുവാക്കളെയും അല്ലെങ്കിൽ കൗമാരക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വർഗ്ഗം നടത്തുക എന്നൊക്കെ പറഞ്ഞ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ കാലഘട്ടത്തിൽ. പക്ഷേ ആ വെല്ലുവിളികളെ എല്ലാം നേരിട്ടുകൊണ്ട് സംഖ്യാത്മകമായിട്ട് ഇത്രയധികം കുട്ടികൾ പങ്കെടുത്തു എന്നുള്ളത് വളരെ സന്തോഷം പകരുന്നു. ബജറംഗ് ദൾ സംസ്ഥാന സംയോജക് അനൂപ് രാജ്, VHP വിഭാഗ് സംഘടനാ സെക്രട്ടറി അജിത് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ബജറംഗ് ദൾ വർഗിനോടൊപ്പം കുട്ടികൾക്ക് വേണ്ടിയുള്ള ബാല ബജറംഗി വർഗം ഇതോടൊപ്പം നടക്കുന്നുണ്ട്. ഏപ്രിൽ 26-ന് പഥസഞ്ചലനത്തോടുകൂടി വർഗ സമാപിക്കുന്നതാണ്.